മാണ്ഡ്യയിലെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മാണ്ഡ്യ രൂപതയിലെ ഒരു 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 മിന്നാമിനുങ്ങ് ഇന്ന് മറയുകയാണ്. ഒത്തിരി സങ്കടമുണ്ട് അവൾ കടന്നു പോകുന്നതില്. അവളുടെ പേര് ഷീബ സാബു എന്നാണ്. ഈ കുഞ്ഞ് മാതൃവേദിയുടെയും പിതൃവേദിയുടെയും പാസ്റ്റൽ കൗൺസിലിന്റെയും പല വേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഭർത്താവ് സാബു ക്രൈസ്റ്റ് അക്കാഡമിയിൽ ജോലി ചെയ്യുന്നു. ഏക മകൻ നന്നായി പഠിക്കും. അവന് എഞ്ചിനീയറിംഗ് ആണെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുക. ക്രൈസ്റ്റ് ചർച്ച് കുലഹള്ളിയിലെ മെമ്പറായിരുന്നു ഷീബ. 2019 ഞാൻ ഷീബയെ കാണുന്നത്. ഞാൻ പള്ളിയിൽ ചെന്ന സമയത്ത് അവൾക്ക് പള്ളിയിൽ വരാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല. തൂക്കം കുറഞ്ഞ് വളരെ ശോഷിച്ച ശരീരം, അവളുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. എന്നിട്ട് ഈ പെണ്ണ് ഒരു കൈ കൊണ്ട് കണ്ണു തുറന്നു പിടിച്ച് മറ്റേ കൈ കൊണ്ട് ബൈബിള് മുഴുവൻ എഴുതി പൂർത്തീകരിച്ച ഒരാളാണ്. സാബു അവളെ ആഴമായിട്ട് സ്നേഹിച്ചു. കൊണ്ടുപോകാവുന്ന സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയി ചികിത്സിച്ചു, അവരുടെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ. എങ്കിലും അത് ഭേദമാകുന്ന രോഗമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞില്ല. ഇന്ന് രാവിലെ ഞാൻ മനസ്സിലാക്കുന്നു, അവൾ നമ്മളെ വിട്ടുപോയി. ശാശ്വതമായ സമാധാനമുള്ളൊരു സ്ഥലത്തേക്ക്, താൻ ആരെക്കുറിച്ച് എഴുതിയോ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, താൻ ആരുടെ സുവിശേഷം മറ്റുള്ളവർക്ക് വേണ്ടി എഴുതി എത്തിച്ചുവോ ആ യേശുനാഥന്റെ സന്നിധിയിലേക്ക് അവൾ മടക്കി യാത്രയായി. അവളുടെ ഫോട്ടോയാണ് ഈ ചിത്രത്തിൽ കാണുക. ഇതുപോലെ ആയിരുന്നില്ല ഷീബ. സുന്ദരിയായ പെൺകുട്ടി, ശരീരമെല്ലാം ശോഷിച്ച് അടഞ്ഞ കണ്ണുകളുമായിട്ട് സ്റ്റേജിൽ പല പ്രാവശ്യം പുളിമാവില് അവിടുത്തെ ഒരു മീറ്റിങ്ങില്, മാതൃവേദിയിലെ മറ്റ് വേദികളിൽ അവൾ വന്നിരുന്നു. ബൈബിള് എഴുതിയ എല്ലാ സ്ഥലങ്ങളിലും അവൾ ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് വാങ്ങുവാനും മനോഹരമായൊരു പുഞ്ചിരി അവരുടെ മുഖത്തുണ്ടായിരുന്നു. ഇന്ന് ആ പുഞ്ചിരി മാഞ്ഞു. പക്ഷേ വലിയ ചിരി ഇന്ന് സ്വർഗത്തിലുണ്ടാകും. കാരണം സഹനങ്ങളിലൂടെ കടന്ന് അവള് സ്വർഗീയ തുറമുഖത്തെ എത്തിയിരിക്കുന്നു. സാബുവിനോടും മകനോടും എൻ്റെ സ്നേഹവും വാത്സല്യവും അറിയിക്കുന്നു. ഇത് അപ്രതീക്ഷിതമായ ഒന്നാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ അവരെ സ്നേഹിച്ചയാള് കടന്നു പോകുമ്പോൾ അവരുടെ ഒപ്പം രൂപതയും കേഴുകയാണ്. തൃശ്ശൂർ വെച്ചാണ് അവൾ മരിച്ചിരിക്കുക. അപ്പോഴേ അവളുടെ ശവസംസ്കാരം സെയിന്റ് ജോൺസ് ചർച്ച് ചെട്ടിയാംപറമ്പ നിയർ കേളകം ഇരിട്ടിയിലാണ്. നാളെയാണ് നടക്കുന്നത്. സാബു മോനെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമുട്ടുകൾ കൊണ്ട് നാളെ പരിപാടിയുള്ളതുകൊണ്ട് വരുവാൻ സാധിക്കില്ല. ആരുടെയെങ്കിലും ഒക്കെ മൃതദേഹ സംസ്കാരത്തിന് പോകണമെങ്കിൽ അത് ഷീബയുടെ മൃതദേഹ സംസ്കാരത്തിന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഇതൊരു ദിവ്യമായ ശരീരമാണിത്, പുണ്യമായ ജീവിതമാണിത്. ജീവിതമാകുന്ന മേശമേൽ ക്രിസ്തു വിളമ്പിയ കൈപ്പുള്ളി ആഹാരങ്ങള് പരാതി കൂടാതെ കഴിച്ച ഒരു ധീര വനിതയുടെ ചരിത്രമാണിത്. അതിലെ സാബുവിന് വലിയ പങ്കുണ്ട്. അവൾ ഒന്നിലും നിരാശപ്പെട്ടില്ല. അവളുടെ നിരാശകൾ മുഴുവൻ ബൈബിൾ എഴുതി അവൾ കർത്താവിന് സമർപ്പിക്കുകയാണ് ചെയ്തത്. എന്നെ കൂടെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു ഇത്. കാരണം ഈ തുറക്കാത്ത കണ്ണുകളെ തുറന്നു പിടിച്ച് ബൈബിൾ എഴുതുക എത്രയോ ദുഷ്കരമാണ്. 2 കണ്ണുണ്ടായിട്ടും എന്നെ പോലുള്ളവർക്ക് ഇത് എഴുതി തീർക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ അവൾ ചെയ്തത് മഹത്തരമായ കാര്യമാണിത്. ഞാൻ അവളെ പ്രശംസിക്കുന്ന അവളെ ഈ മാണ്ഡ്യ രൂപതയുടെ ഒരു ധീരവനിതയാണ്. അവളുടെ ജീവിതം നമുക്ക് മാതൃകയാകണം. കാരണം പ്രതിബന്ധങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ക്ലേശങ്ങളും നമ്മളെ അടിച്ചു വീഴ്ത്തുമ്പോഴും ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് ദൈവം എന്നോടുകൂടി ഉണ്ടല്ലോ എന്ന് പറയുവാൻ സാധിക്കുന്ന വിശ്വാസികളുടെ രൂപതയായിട്ട് ഈ മാണ്ഡ്യ മാറണം. അതുകൊണ്ടാണ് ഈ സന്ദേശം അയക്കുന്നത്. സ്നേഹം അറിയിക്കുന്നു. ശാശ്വതമായ ലോകം കഴിഞ്ഞ് അനശ്വരമായ ലോകത്തിലേക്കുള്ള അവളെ യാത്രയിൽ കർത്താവിൻ്റെ മലാഖമാര് അവിടെ കൂടി ഉണ്ടായിരിക്കട്ടെ. ഷീബ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഞങ്ങളുടെ സ്ഥിതിയൊക്കെ നിനക്കറിയാം, ഞങ്ങളുടെ സങ്കടങ്ങൾ നിനക്കറിയാം, ഞങ്ങളുടെ വേവലാതികൾ നിനക്ക് മനസ്സിലാകും. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ
പ്രത്യേകമായിട്ട് ഞങ്ങളുടെ രൂപതയുടെ കാര്യവും ഞങ്ങളുടെ ജനത്തിൻ്റെ ക്ലേശങ്ങളും അവരുടെ രോഗങ്ങളും, പ്രത്യേകമായിട്ട് കടക്കണിയിലായിരിക്കുന്നവര്, പ്രിയപ്പെട്ട മക്കളെ നഷ്ടപ്പെട്ടു പോയ 10ഓളം മാതാപിതാക്കന്മാര്, ക്യാൻസറിന് അടിമകളായിട്ടുള്ളവര്, മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ചൂടുകളിൽ നിൽക്കുന്ന ആളുകൾ, അവരുടെ എല്ലാം കാര്യങ്ങൾ നീ പറയണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ സമ്പന്നരാകുവാനായിട്ടുള്ള വിശ്വാസമുള്ള ഒരു രൂപതയായി മാറുവാനായിട്ട് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഷീബ. ഈശോയുടെ അനുഗ്രഹം നേരുന്നു. നാളെ എല്ലാ കർമ്മങ്ങളും മഴയുടെ നടുവിലും ശാന്തസുന്ദരമായ പ്രകൃതിയോടുകൂടി തന്നെ ഈ മണ്ണിനെ മുത്തി കടന്നു പോകുവാനായിട്ട് ഷീബയ്ക്ക് കഴിയുമാറാകട്ടെ. വളരെ സ്നേഹത്തോടെ, സെബാസ്റ്റ്യൻ ഇടയന്ത്രത്ത് പിതാവ്, മണ്ടിയിൽ നിന്ന്.